പെഹൽഗാമിൽ തീവ്രവാദികൾ 27 ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തി. അവരുടെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ഒക്കെ മുൻപിൽ വെച്ചാണ്. ഇത് ഇന്ത്യക്ക് ഏൽപ്പിച്ച ഒരു ഭയങ്കര ഷോക്കായിരുന്നു. ഈ സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെയായിരുന്നു. ഒന്നുകൂടി അവർ അവകാശപ്പെട്ടു, അവർക്ക് ട്രെയിനിങ് നൽകിയ കൂട്ടത്തിൽ ഞങ്ങളുടെ പട്ടാളക്കാരും ഉണ്ടായിരുന്നു എന്നുമൊക്കെ. ഇന്ത്യ വളരെ കരുതലോടുകൂടിയ പ്രതികരണമാണ് ആവിഷ്കരിച്ചത്. പാകിസ്ഥാനെ കയറി അടിക്കുകയല്ല ചെയ്തത്, മറിച്ച് തീവ്രവാദ കേന്ദ്രങ്ങൾ ഐഡൻറ്റിഫൈ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ആക്രമണം നടത്തി. 9 തീവ്രവാദ കേന്ദ്രങ്ങൾ, 100-ൽ പരം ആൾക്കാർ മരണപ്പെട്ടു, തീവ്രവാദികൾ ഉൾപ്പെടെ. ഈ മരണപ്പെട്ടവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പാകിസ്ഥാൻ്റെ പട്ടാളവും പാകിസ്ഥാൻ്റെ ഭരണാധികാരികളുമൊക്കെ പങ്കെടുത്ത ചിത്രങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുക മാത്രമല്ല, ആക്ട് ചെയ്തുകൂടിയാണ് ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പാകിസ്ഥാന് വെറുതെ ഇരിക്കാൻ ഒക്കുമോ? ഒക്കില്ല. അവർ ഇന്ത്യയെ ആക്രമിക്കാനും തുടങ്ങി, സിവിലിയൻസിനെയൊക്കെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ പാകിസ്ഥാന് വലിയൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു, വളരെ ഒരു ധാർഷ്ട്യഭാവം ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ചൈനയുമായിട്ടുള്ള അവരുടെ അടുപ്പം, ചൈന അവർക്ക് ആയുധങ്ങൾ നൽകി. ചൈന നൽകിയ ആയുധങ്ങളുടെ ബലത്തിൽ ഇന്ത്യയെ തീർക്കാമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം എന്ന് പറയുമ്പോൾ സിവിലിയൻ ഭരണകൂടം മാത്രമല്ല, പട്ടാള ഭരണം. അവിടെ മേൽക്കൈ പട്ടാള ഭരണത്തിനാണെന്നുള്ളതും ഒരു വസ്തുതയാണ്. അവർക്ക് അടങ്ങിയിരിക്കാനൊക്കില്ല. അങ്ങനെ അവർ ഇന്ത്യയുടെ നേർക്ക് യുദ്ധം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അവരുപയോഗിച്ച ചൈന നൽകിയ ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചെങ്കടു J-10C ഫൈറ്റർ ജെറ്റ്സ്, PLO-15E ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽസ്, JF-17 തണ്ടർ ഫൈറ്റ് ജെറ്റ്സ്, HQ സീരീസ് എയർ ഡിഫൻസ് സിസ്റ്റം, LY-80 HQ-16 മീഡിയം റേഞ്ച് എയർ ഡിഫൻസ്, SH-15 155mm സെൽഫ് പ്രൊപ്പൈൽഡ് ഗോയിസ്റ്റർ, ടൈപ്പ് 054AP തുഗ്രിൽ ക്ലാസ് ഫൈറ്റേഴ്സ്, അൺഎയ്ഡഡ് ഏരിയൽ വെഹിക്കിൾസ്, A100 മൾട്ടിപ്പിൾ റോക്കറ്റ്സ് ലോഞ്ചേഴ്സ്, ഹാർഗർ ക്ലാസ് സബ്മറൈൻസ്. ഇതൊക്കെയായിരുന്നു പാകിസ്ഥാന് പ്രചോദനം നൽകിയ ആയുധങ്ങൾ. പക്ഷേ ഈ ആയുധങ്ങളെയൊക്കെ ഇന്ത്യ വളരെ നിസ്സാരമായി നേരിട്ടു, പരാജയപ്പെടുത്തി. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ തീരെ ഇല്ലാതെയായി. പാകിസ്ഥാൻ അമ്പെ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. റഫേൽ ഫൈറ്റർ ജെറ്റ്സ് വിത്ത് സ്കാൾപ്പ് ആൻഡ് ഹാമർ മിസൈൽസ്, ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസൈ മിസൈൽസ്, ആകാശ് മിസൈൽ സിസ്റ്റം, സൂയിസൈഡ് ഡ്രോൺസ് ആൻഡ് ലോയ്റ്ററിംഗ് munitions, S-400 സുദർശൻ ചക്ര എയർ ഡിഫൻസ് സിസ്റ്റം, പ്രാലെ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽസ്, പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, ധനുഷ് ആൻഡ് AT-GAS ഹോയിസ്റ്റേഴ്സ്, ഇൻ്റലിജൻസ് സർവൈലൻസ്. ഇതൊക്കെയായിരുന്നു ഇന്ത്യ ഈ യുദ്ധത്തിൽ പ്രയോഗിച്ചത്. ഇന്ത്യയുടെ ആയുധങ്ങളുടെ മുൻപിൽ ചൈന നൽകിയ പാകിസ്ഥാൻ്റെ ആയുധങ്ങളെല്ലാം തവിടുപൊടിയായി പോയി. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ യുദ്ധത്തിൽ ഇന്ത്യ പരിപൂർണമായും
വിജയം കൈവരിക്കുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാനൊക്കില്ല. കാരണം അവർക്ക് ജനങ്ങളുടെ മുൻപിൽ മറുപടി പറയേണ്ടി വരും, തീവ്രവാദികളുടെ മുൻപിൽ മറുപടി പറയേണ്ടി വരും. ഇപ്പോഴിതാ മറ്റൊരു അത്ഭുതകരമായ സംഭവം കൂടി. ഈ തീവ്രവാദികൾ, കൊല്ലപ്പെട്ട തീവ്രവാദികൾക്ക് കോടിക്കണക്കിന് രൂപ പാകിസ്ഥാൻ്റെ ഖജനാവിൽ നിന്നും നഷ്ടപരിഹാരം പോലെ നൽകുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? തീവ്രവാദത്തെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി അങ്ങനെ രാജ്യത്ത് ആ സ്വന്തം നാടിനും അയൽ രാജ്യമായ ഇന്ത്യക്കുമൊക്കെ ഏറ്റവും വലിയ ഭീഷണിയായി വളർത്തിക്കൊണ്ടുവരികയാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ്റെ മുൻപിൽ നെഞ്ചുറച്ച് നിന്നുകൊണ്ട് പൊരുതാൻ നമുക്ക് കഴിയുന്നത് നരേന്ദ്രമോദി എന്ന ധീരനായ ഭരണാധികാരി നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ ചോദിക്കുന്നുണ്ടോ, ഈ തീവ്രവാദികളെ പിടിച്ചോ, അവരെവിടെ, എന്ത് ചെയ്യുന്നു, യുദ്ധം എങ്ങനെ അവസാനിച്ചു, യുദ്ധം എങ്ങനെ കോംപ്രമൈസായി എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഇടയ്ക്ക് ട്രംപ് കയറി കുറച്ചില അദ്ദേഹത്തിൻ്റെതായ ഒരു പിരിയനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ചില ജൽപ്പനങ്ങൾ നടന്നു. അതിലൊന്നും വലിയ വിലയില്ല, കഴമ്പില്ല എന്നുള്ളത് ഇന്ത്യ വളരെ വ്യക്തമാക്കുകയും ചെയ്തു. വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ് ഭാരതം. ഏത് കണ്ടിൻജൻസിയെയും നേരിടത്തക്ക പവർഫുള്ളായ ഒരു രാഷ്ട്രമായി ഭാരതം മാറിയിരിക്കുന്നു എന്നൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ഈ സംഭവങ്ങളിലൂടെ.